السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعين ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا عباد الله أوصيكم ونفسي أولا بتقوى الله. ബഹുമാൻ പറഞ്ഞ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിക്കണമെന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും തഖ്വ കൊണ്ട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഇന്നലകളിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബിന്റെ കരുണ കൊണ്ട് അവൻ പുറത്ത് മാപ്പാക്കി തീരുമാനങ്ങൾ. ശേഷിക്കുന്ന കാലം എത്രയുണ്ടോ അത്രയും അവന് വഴിപ്പെട്ട് ജീവിക്കാനും സ്വർഗം നേടാനുള്ള എല്ലാ തൗഫീഖും അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീൻ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു സൂറത്താണ്. ആ സൂറത്തിൽ അള്ളാഹു ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു നാട്ടിലേക്ക് അള്ളാഹു 2 പ്രവാചകന്മാരെ പറഞ്ഞയച്ചു. തഫ്സീറിൽ കാണാം തുർക്കിയിൽ അന്താക്കിയയിലേക്കാണ് പറഞ്ഞയച്ചത്. ആ നാട്ടുകാർ ആ പ്രവാചകനെ കളിയാക്കുകയും ആ പ്രവാചകത്വം അംഗീകരിക്കുകയും ചെയ്തില്ല. അള്ളാഹു 3ാമതൊരു പ്രവാചകനെയും പറഞ്ഞയച്ചു. അവരെയും അവർ അംഗീകരിച്ചില്ല. അങ്ങനെ പ്രവാചകന്മാരും ആ നാട്ടിലെ ജനങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരാള് ഒരാള് ആ പട്ടണത്തിന്റെ അങ്ങേ അറ്റത്ത് ഓടി വന്നിട്ട് പറഞ്ഞു, ഇത്തബിഉൽ മുർസലീൻ, ഏ ജനങ്ങളെ, യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ, ഏ ജനങ്ങളെ, ഈ പ്രവാചകന്മാർ പറയുന്നത് നിങ്ങൾ സ്വീകരിക്കുക, അവരെ നിങ്ങൾ ഫോളോ ചെയ്യുക എന്ന് ആ നാട്ടിലെ സാധാരണക്കാർ വ്യക്തിയാണ്. തഫ്സീറിന്റെ പണ്ഡിതന്മാർ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഹബീബുൻ നജ്ജാർ എന്നാണ്. ഒരു കൃഷിക്കാരനായിരുന്നു അദ്ദേഹം, ഒരു ആശാരിയായിരുന്നു അദ്ദേഹം. അപ്പൊ ആശാരിയായ സാധാരണ ജോലി ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. ഹബീബുൻ നജ്ജാർ എന്ന് പറഞ്ഞതിന് അത് ആശാരി പണി ചെയ്യുന്ന ആളാണ്. അങ്ങനെ ആശാരിക്കാരനായ ആ വ്യക്തി വന്നിട്ട് പറയാണ്, ഇവരെ നിങ്ങൾ ഫോളോ ചെയ്യുക, ഈ പ്രവാചകൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക. ആ സമയത്ത് ആ ജനങ്ങൾ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു.
ആ സമയത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്, അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്, ഖീല ദുഖുലിൽ ജന്ന, അദ്ദേഹത്തോട് സ്വർഗത്ത് പ്രവേശിക്കാൻ അള്ളാഹു പറഞ്ഞു. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞ വാക്കുണ്ട്, ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലീ റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. എന്റെ ജനത അറിഞ്ഞിരുന്നുവെങ്കിൽ. എന്താണ് അറിയേണ്ടത്? ബിമാ ഗഫറ ലീ റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. എന്റെ റബ്ബ് എനിക്ക് പുറത്തു തന്ന കാര്യം, എന്നെ ഉന്നതന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു ആക്കിയ കാര്യം ഈ ജനങ്ങൾ അറിഞ്ഞത് എത്ര നന്നായിരുന്നത്. ശുഹദാക്കളുടെ പദവിയിലേക്ക് എന്നെ അള്ളാഹ് എത്തിച്ചിരിക്കുന്നു. ആ കാര്യം എന്റെ സാധാരണക്കാരായി ജനങ്ങൾ അറിഞ്ഞത് എത്ര നന്നായിരുന്നേനെ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആ മനുഷ്യന്റെ മനസ്സിനെ കുറിച്ചാണ് പറയുന്നത്. നസഅ ഖൗമഹു ഹയ്യൻ വമയ്യിത. ആ വ്യക്തിയുടെ പ്രത്യേകത എന്താണ്? നസഅ ഖൗമഹു ഹയ്യൻ വമയ്യിത. ജീവിച്ചിരിക്കുമ്പോഴും ഗുണകാംക്ഷയുള്ളവൻ, മരിക്കുമ്പോഴും ഗുണകാംക്ഷയുള്ള വ്യക്തി. ഇങ്ങനെയുള്ള വിശേഷണമുള്ള ആളാണ് ഹബീബുൻ നജ്ജാർ. അള്ളാഹു ആ സംഭവം എടുത്ത് പറഞ്ഞു തരുന്നു. ആ വ്യക്തിയുടെ മനസ്സ് എത്ര വിശാലമാണ്. മനുഷ്യരോട്, തന്നെ കൊന്ന ആളുകൾക്ക് പോലും നസീഹത്താണ്. എന്നെ അറുകൊല നടത്തിയ ആ സമൂഹത്തിലെ ആളുകൾക്ക് മാപ്പ് കൊടുക്കാൻ, അല്ലെങ്കിൽ അവരോട് ഗുണകാംക്ഷയുള്ള മനസ്സാണ് ഈ പറയപ്പെട്ട സാധാരണക്കാരനായി ഹബീബുൻ നജ്ജാറിന്റെ മനസ്സ്. അള്ളാഹു നമുക്ക് പഠിപ്പിച്ചതാണ് ഈ സംഭവം. ഒരു പ്രബോധകന്റെ മനസ്സ് ഇങ്ങനെയായിരിക്കണം എന്നാ. ഗുണകാംക്ഷ ഉണ്ടായിരിക്കണം, ജനങ്ങൾ സത്യം സ്വീകരിക്കുന്ന ആഗ്രഹം ഉണ്ടായിരിക്കണം, അവരെ എങ്ങനെ അടുപ്പിക്കാൻ ശ്രമിക്കണം, എങ്ങനെയൊക്കെ ദീനിലേക്ക് അടുപ്പിക്കാൻ പറ്റുമോ അതിനുള്ള ശ്രമങ്ങൾ നടത്തണം. നസീഹത്തുള്ള ഒരു കൽബുണ്ടായിരിക്കണം, ആ കൽബ് ശുദ്ധമായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നബിയോട് ചോദിക്കുന്നുണ്ട്, അയ്യുന്നാസി അഫ്ദൽ. റസൂലെ, ജനങ്ങളെ കൂട്ട് ഏറ്റവും നല്ല വ്യക്തി ആരാ, ഏറ്റവും നല്ല മനുഷ്യനാരാണ്? അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കുല്ലു മഹ്മൂമിൽ കൽബി സദൂഖുൽ ലിസാൻ. മഹ്മൂമുൽ കൽബായ ആള്, സദൂഖുൽ ലിസാനായ ആള്. സഹാബികൾ പറഞ്ഞു, നബിയെ, സദൂഖുൽ ലിസാൻ, സത്യസന്ധമായ നാവ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, അങ്ങനത്തെ ആളുകൾ നമുക്ക് മനസ്സിലായി. എന്താണ് നബിയെ മഹ്മൂമുൽ കൽബ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു, ഹുവ തഖിയ്യുൻ നഖിയ്യു ലാ ഇസ്മ ഫീ. മാത്രവുമല്ല വലാ ബഗ്യ വലാ ഗില്ല വലാ ഹസദ. ഏറ്റവും നല്ല മനുഷ്യന്റെ മനസ്സ് ഇങ്ങനെയായിരിക്കണം. എന്താണ് ആ മനസ്സിന്റെ പ്രത്യേകത? അത്തഖിയ്യുൻ നഖിയ്യ്. തഖ്വ ഉള്ളവനാണ് അവൻ. സൂക്ഷ്മതയുണ്ട്, രഹസ്യത്തിലും പരസ്യത്തിലും സൂക്ഷ്മതയുള്ളവനാണ്. അങ്ങനെയുള്ള മനസ്സാണ് അവൻ്റെത്. അന്നഖിയ്യ്, അവന്റെ ഉള്ളു ശുദ്ധമാണ്, അവിടെ അക്രമമില്ല ആ മനസ്സിൽ. ആ മനസ്സിൽ തെറ്റുകളില്ല, ആ മനസ്സിൽ അസൂയയില്ല, ആ മനസ്സിൽ വെറുപ്പില്ല. അങ്ങനത്തെ മനസ്സാണ്. അങ്ങനത്തെ ഒരു മനസ്സാണ് നമ്മുടെ. നമ്മൾ ആലോചിച്ച് നോക്കുക, ആരോടെങ്കിലും നമുക്ക് അസൂയയുണ്ടോ? ആരോട് നമുക്ക് വെറുപ്പുണ്ടോ? നമ്മുടെ മനസ്സിൽ അക്രമത്തിന്റെ ചിന്തയുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറയപ്പെട്ട ക്വാളിറ്റി ഉള്ളവരല്ല. നമ്മൾ മാറേണ്ടതുണ്ട്. അസൂയ അല്ലെ, ഒരാൾക്ക് ഒരു അനുഗ്രഹം കിട്ടുമ്പോ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ പറയാണ്, അവനക്കൊക്കെ കിട്ടിയല്ലോ, ഒരു ചിന്ത വരെയാണ്. അള്ളാഹ് ഒരാൾക്ക് കൊടുത്ത അനുഗ്രഹത്തിൽ നമുക്ക് തൃപ്തി കിട്ടുന്നില്ല. അള്ളാഹ് കൊടുത്തതാ, അള്ളാഹുവാണ് ഒരാൾ സമ്പന്നനാക്കിയത്. നമ്മളെ ഈ അവസ്ഥയിൽ എത്തിച്ചും അള്ളാഹുവാണ്. അള്ളാഹ് കൊടുത്തത് കൊണ്ട് നമുക്ക് തൃപ്തിയാ വേണ്ടത്. എന്റെ അള്ളാഹ് കൊടുത്തത് അവനക്ക്, എന്നെ ഇങ്ങനെ ആക്കിയത് അള്ളാഹുവാണ്. അസൂയില്ലാത്തൊരു മനസ്സാണ് അത് മുഅ്മിന്റെ മനസ്സ്. ഈമാനുള്ള മനുഷ്യനിൽ അസൂയ ഒരിക്കലും ഉണ്ടാവില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് ഒരുപാട് ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു ഒരുപാട് ഉപദേശങ്ങൾ പഠിപ്പിച്ചിരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാ. ഫഅസ്ലിഹു ബൈന അഖ്വൈക്കും. അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ, വിശ്വാസികൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഫഅസ്ലിഹു, സുൽഹ് ഉണ്ടാക്കുക, പെട്ടെന്ന് പ്രശ്നം സോൾവ് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അല്ലാഹു പറഞ്ഞു, വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ. അല്ലാഹനെ സൂക്ഷിക്കണേ, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, പ്രശ്നങ്ങളെ രമ്യമായി പരിഹരിക്കുക. മുസ്ലിമീങ്ങൾ, മുഅ്മിനുകൾ ഇഖ്വാനികളാണ്, പരസ്പരം സഹോദരങ്ങളാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹുവിന്റെ കരുണ നിങ്ങൾ കിട്ടും.
എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് നിർദ്ദേശങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സമൂഹത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളുടെയും പരിഹാരമുണ്ട് ആ ആയത്തുകളിൽ, അല്ലെ? അല്ലാഹു സുബ്ഹാനഹു തആല തുടർന്ന് തന്നെ പറഞ്ഞല്ലോ, ലാ യസ്ഖറു ഖൗമുൻ മിൻ ഖൗമിൻ, ഒരു സമൂഹം മറ്റൊരു സമൂഹത്തെ പരിഹസിക്കരുത്. കാരണം അസാ അൻ യകൂനു ഖൈറൻ മിൻഹും, നമ്മൾ പരിഹസിക്കപ്പെടുന്ന സമൂഹം നമ്മളെക്കാളും ഉത്തമരായേക്കാം. ഒരു സ്ത്രീ സമൂഹം മറ്റൊരു സ്ത്രീ സമൂഹത്തെ പരിഹസിക്കരുത്. പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരെക്കാൾ ഉത്തമരായേക്കാം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ചില കാര്യങ്ങൾ പറഞ്ഞു. വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ്, പരസ്പരം നിങ്ങൾ കുത്തുവാക്ക് പറയരുത്. തന്റെ സഹോദരന് വെറുപ്പുള്ള കാര്യങ്ങൾ അവനോട് പറയരുത്. അവനെ പ്രയാസപ്പെടുന്ന വാക്കുകൾ ഉപയോഗിക്കരുത്. വലാ തനാബസു ബിൽ അൽഖാബ്, ഇരട്ടപ്പേര് വിളിക്കരുത്. ചില ആളുകൾക്ക് ഇങ്ങനെ ഓരോ ആളുകൾക്കും ഇരട്ടപ്പേരുണ്ടാക്കാനുള്ള ശ്രമത്തിലായിരിക്കും. എന്തെങ്കിലുമൊക്കെ പേര് വിളിക്കായിരിക്കും. ഇഷ്ടപ്പെടാത്ത, തന്റെ സഹോദരൻ ഇഷ്ടപ്പെടാത്ത പേരുകൾ വിളിക്കുക പാടില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു വലാ തനാബസു ബിൽ അൽഖാബ്, ഇരട്ടപ്പേര് വിളിക്കരുത്. എത്രത്തോളം നോക്കൂ നിങ്ങൾ ഹദീസുകൾ പരിശോധിച്ചാൽ കാണാം. മഹദിയായ സഫിയ റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണ്. ഒരു കുറിയ സ്ത്രീ ആയിരുന്നു. അത്ര ഹൈറ്റ് ഒന്നും ഇല്ലാത്ത സ്ത്രീ ആയിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറഞ്ഞു, ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു കുറിയ സ്ത്രീ എന്ന രൂപത്തിൽ, ആ രൂപത്തിൽ സംസാരിച്ചപ്പോ റസൂൽ ഗൗരവത്തിൽ ഒരു ഉപദേശം കൊടുത്തു. എത്ര വലിയ നിസ്സാരമായ കാര്യം നമ്മൾ തോന്നാണ്. ഒരാളെ കുറിച്ച് നമ്മൾ അറിയില്ല, അത് കുറിഞ്ഞ ഒരാളാണ്, അല്ലെങ്കിൽ ഒരാൾ കറുത്ത ആളാണ് എന്നൊക്കെ ഒരാളെ അയാൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ പറയാറില്ലേ? ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെ പറഞ്ഞു. കുറിഞ്ഞ ഒരു സ്ത്രീയാണ് എന്ന നിലക്ക് സഫിയ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താ? ലഖദ് ഖുൽതി കലിമതൻ ലൗ മുസ്ജത് ബിമാഇൽ മഅരി, നീ പറയപ്പെട്ട ഈ വാക്കുണ്ടല്ലോ, സഫിയ ബീവിയെ കുറിച്ച് നീ പറഞ്ഞ ഈ വാക്കുണ്ടല്ലോ, കുറിയ സ്ത്രീയാണെന്ന് പറഞ്ഞല്ലോ, ആ വാക്കെങ്ങാനും കടലിൽ മുക്കിയാൽ കടലിൽ പൂർണ്ണമായും അതിന്റെ ദുർഗന്ധം മൂലം കടൽ പൂർണ്ണമായി അതിന്റെ നിറവും അതിന്റെ മണവും മാറുമായിരുന്നു, അത് കലങ്ങുമായിരുന്നു. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ഒരൊറ്റ വാക്കുകൊണ്ട്. നമ്മൾ ഒരാളെ കുറിച്ച് പറയുന്ന അപവാദങ്ങൾ, ഉള്ളതും ഇല്ലാത്തതും പറയുന്ന ആ വാക്കുകൾക്കെങ്ങാനും ദുർഗന്ധം ഉണ്ടായിരുന്നുവെങ്കിൽ ആളുകൾ അന്ന് ഓടി അകലുമായിരുന്നു. തെറ്റുകൾക്ക് ദുർഗന്ധമുണ്ട്, അത് നമ്മൾക്ക് അറിയുമായിരുന്നുവെങ്കിൽ നമ്മുടെ അടുത്ത് ഒരാൾ അടുക്കുമായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ താക്കീത് കൊടുത്തു. നമ്മൾ പറയുന്ന വാക്കുകൾക്ക് പ്രാധാന്യമുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത, വെറുപ്പുണ്ടാക്കുന്ന ഒരു വാക്ക് നമ്മുടെ നാവിൽ നിന്ന് വരരുത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നോക്കൂ നിങ്ങൾ, ഇരട്ട പേരുകൾ വിളിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചോദിച്ചു, അവിടത്തോട് ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ് മൽ ഗീബ, എന്താണ് ഗീബത്ത് റസൂലേ? പരദൂഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് പരദൂഷണം? അവിടുന്ന് പറഞ്ഞു, ദിക്റുക അഖാക ബിമാ യക്റഹ്, നിന്റെ സഹോദരൻ ഇഷ്ടപ്പെടാത്ത കാര്യം അവനെ കുറിച്ച് പറയല. നിന്റെ സഹോദരൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഉണ്ടാവും, അവനെ കുറിച്ച് പറയുക എന്നുള്ളത് ഗീബത്താണ്. അപ്പോൾ സഹാബികൾക്ക് ഒരു സംശയം വന്നു, നബിയെ, ആ പറയപ്പെടുന്ന കാര്യം ഉള്ളതാണെങ്കിലോ? ആ പറയുന്ന കാര്യം ഉള്ള കാര്യമായിരിക്കും, ഇല്ലാത്തതല്ല. ഉള്ളത് പറഞ്ഞാൽ നിസ്ലാസം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ അവനെ കുറിച്ച് ഗീബത്താണ് പറഞ്ഞ്, ഇല്ലാത്തതാണെങ്കിൽ നീ അവനെ കുറിച്ച് അപവാദം പറഞ്ഞു. ഇല്ലാത്ത പറഞ്ഞ വേറെ കുറ്റാണ്, ഉള്ളത് പറഞ്ഞാൽ തെറ്റാണ്. ഉള്ളതും പറയരുത്, ഇല്ലാത്തതും പറയരുത്. ഒരാൾക്ക് ഇഷ്ടമില്ലാത്തൊരു വാക്ക് നമ്മുടെ നാവിൽ നിന്ന് വരരുത്. അവനാണ് മുസ്ലിം. വിശ്വാസം പറഞ്ഞ അൽ മുസ്ലിം, ആരാ മുസ്ലിം? മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, ഒരു മുസ്ലിമായ വ്യക്തി എന്ന് പറഞ്ഞ ആരാ? അവന്റെ നാവിൽ നിന്ന്, അവന്റെ കയ്യിൽ നിന്ന് മറ്റു മുസ്ലിങ്ങൾ സുരക്ഷിതരായിരിക്കണം. നമ്മളെ കൊണ്ട്, നമ്മുടെ നാവ് കൊണ്ട് ഒരാളെ നമ്മൾ മുറിവേൽപ്പിക്കരുത്. നമ്മുടെ കൈ കൊണ്ട് ഒരാൾക്ക് നമ്മൾ പ്രയാസം ഉണ്ടാക്കരുത്. ആ നിലക്കുള്ളവനാണ് യഥാർത്ഥ മുസ്ലിം. അങ്ങനെയുള്ള മുസ്ലിമീങ്ങളാണ് നമ്മളായി മാറേണ്ടത്. തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു വീണ്ടും ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയാൻ, വിശ്വാസികൾക്കിടയിലാണ് ഇത് വരൽ. കാരണം പിശാച വിശ്വാസികളെ പരസ്പരം തമ്മിലടിപ്പിക്കാൻ, ഹൃദയങ്ങൾ പരസ്പരം വേർപെടുത്താൻ, ബന്ധങ്ങൾ മുറിച്ചു കളയാൻ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പിശാച്. നമ്മൾ അറിയുന്നില്ല മാത്രം. പല പല കാരണം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരും.
പിശാച് ഉദ്ദേശിക്കുന്നത് എന്താ? തമ്മിലടിപ്പിക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലടിപ്പിക്കുക, കുടുംബങ്ങൾ തമ്മിലടിപ്പിക്കുക. ഇതൊക്കെ ചെയ്യുന്ന പിശാച് പിന്നിലുണ്ട്. അത് വരാൻ ചില കാരണങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞുതരാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ സൂക്ഷിച്ചോളൂ. ഒരു കാര്യം നിങ്ങൾ സൂക്ഷിച്ചോളൂ. എന്താണ് കാര്യം? ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി, ഊഹത്തിൽ നിന്ന് മിക്കത് നിങ്ങൾ വെടിയണം. ഊഹം, ഇതാണ് ഇതിന്റെ തുടക്കം. ഒരാളെ കുറിച്ച് നമ്മൾ മോശം പറഞ്ഞു ചിന്തിക്കും, തുടങ്ങൽ അതാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ, ഊഹത്തിൽ ചിലത് തെറ്റാണ്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയാണ്, വലാ തജസ്സസൂ, ഊഹം തുടങ്ങിയാൽ പിന്നെ അടുത്ത സ്റ്റെപ്പാണത്. നമുക്കൊരാളെ കുറിച്ച് മോശമായ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നാൽ നമ്മൾ അത് അന്വേഷിക്കാൻ തുടങ്ങും. അയാളെ പിന്നാലെ പിന്നാലെ പോകും. എന്നിട്ട് എന്താണ് ഞാൻ എന്റെ മനസ്സിൽ വന്ന ചിന്ത ശരിയാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി പിന്നാലെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. ചാരപ്രവർത്തനം നടത്തുക പാടില്ലാണ് അള്ളാഹ് പറയാ. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, വലാ യഅ്തബ് ബഅ്ളുകും ബഅ്ളാ, അടുത്ത സ്റ്റെപ്പാണത്. അങ്ങനെ ചാരപ്രവർത്തനം നടത്തി നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അവിടുന്ന് ഇവിടുന്ന് ചെറിയ കാര്യങ്ങൾ കേൾക്കും. ആരെങ്കിലൊക്കെ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോ പിന്നെ അടുത്ത് നമ്മുടെ നാവ് കൊണ്ട് അവരെ കുറിച്ച് ഗീബത്ത് പറയുന്നു. പാടില്ല. മനസ്സിലാസം പറഞ്ഞു, കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, ഒരാൾ കേട്ട കാര്യം തന്നെ പറഞ്ഞാൽ മതി അവൻ കുറ്റക്കാരനാവാൻ. കേട്ട എല്ലാ കാര്യം പറയാനുള്ളതല്ല, എല്ലാ കാര്യം പറയരുത്. കുറ്റക്കാരൻ അത് തന്നെ മതി എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞിരുന്നത്. ഗീബത്തിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാണ്? ഒരാളെ കുറിച്ച് മോശമായ ചിന്ത വരുന്നു, മൊന്ന് വരുന്നു, നമ്മൾ അന്വേഷിക്കുന്നു. പല ആളുകളും നെഗറ്റീവായ വാർത്തകൾ അയാളെ കുറിച്ച് പറഞ്ഞിരുന്നു, നമ്മളും അത് ഏറ്റുപിടിച്ചുകൊണ്ട് ഗീബത്ത് പറയുന്നു, നമ്മൾ കുറ്റക്കാരായി മാറുന്നു. അള്ളാഹ് ചോദിക്കുകയാണ്, എങ്ങനെ? അള്ളാഹിന്റെ ചോദ്യം എന്താ? അയ്യുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ തവ്വാബുർ റഹീം. അള്ളാഹ് പറഞ്ഞു, നിങ്ങൾ മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തെ മാംസം എടുത്ത് തിന്നാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നോ? നിങ്ങൾ വെറുക്കുന്നില്ലേ? എന്തേ നിങ്ങൾ പിന്നെ അള്ളാഹിനെ സൂക്ഷിക്കാത്തത്? വത്തഖുല്ലാഹ്, നിങ്ങളുടെ നാവ് കൊണ്ട് പറയുന്ന വാക്ക് നിങ്ങൾ സൂക്ഷിക്കണം. ഇന്നല്ലാഹ തവ്വാബുർ റഹീം, അള്ളാഹു കൊടുക്കുന്നവനാണ്, പശ്ചാത്തപിച്ചാൽ പശ്ചാത്തലം സ്വീകരിക്കുന്ന കാരുണ്യവാനാണ് അള്ളാഹു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഊഹം നമ്മൾ സൂക്ഷിക്കണം പ്രിയപ്പെട്ടവരെ. മറ്റുള്ളവരെ കുറിച്ച് മോശമായ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ പണ്ഡിതന്മാര് പറഞ്ഞതുപോലെ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്തെങ്കിലും ഉദ്ർ അയാൾക്കുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ അയാൾക്കുണ്ടായിരിക്കും എന്ന് നമ്മൾ അയാളെ കുറിച്ച് നല്ല വിചാരം വെക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് പറഞ്ഞു തന്നു, ഇയ്യാകും വല്ലന്ന ഫഇന്ന വന്ന അഖ്ദബുൽ ഹദീസ്, നിങ്ങൾ ഊഹത്തെ സൂക്ഷിക്കണം. ഊഹം എന്ന് പറഞ്ഞാൽ കളവുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കളവാ. അത് ഊഹത്തിന്റെ പിന്നാലെ പോകരുത്. നമ്മുടെ മനസ്സിലേക്ക് പിശാചാണ് അത് കൊണ്ടുവരുന്നത്. ഭാര്യയും ഭർത്താവിനും തമ്മിലടിക്കാൻ ചില ഊഹങ്ങൾ കൊണ്ടുവരും. അതിൽ ചില ആളുകൾ വീണുപോകും, ചില ആൾക്കാർ സംശയത്തിന് മേൽ സംശയമാകും, കുടുംബബന്ധം തകർന്നു പോകും. ഇതൊക്കെ പിശാച് കളിക്കുന്ന കളികളാ. റസൂല പറഞ്ഞു, അതുകൊണ്ടാണ് നബി പറഞ്ഞത് അതിന്റെ പിന്നാലെ പോണ്ടാണ്. വലാ തഹസ്സസൂ, നിങ്ങൾ ഈ അന്വേഷിച്ചുകൊണ്ട് പിന്നാലെ പോകേണ്ടതില്ല. വലാ തജസ്സസൂ, ചാരപ്രവർത്തനം നടത്തേണ്ടതില്ല, അങ്ങനെ ചെയ്യരുത്. വലാ തനാഫസൂ, പരസ്പരം നിങ്ങൾ തമ്മിലടിക്കരുത്. വലാ തഹാസദൂ, പരസ്പരം നിങ്ങൾ അസൂയ വെക്കരുത്. നോക്കൂ എന്തെല്ലാം നിർദ്ദേശങ്ങളാണ്. വലാ തബാഗളൂ, നിങ്ങൾ പരസ്പരം നിങ്ങളുടെ മനസ്സിൽ വെറുപ്പ് വെക്കരുത് എന്ന് റസൂൽ പറഞ്ഞു. കൂനു ഇബാദല്ലാഹി ഇഖ്വാന, അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അടിമകളായി സഹോദരങ്ങളായി നിങ്ങൾ മാറുക. ഒരു വിശ്വാസിയെ കുറിച്ച് കേട്ടാൽ, എന്തെങ്കിലും നെഗറ്റീവ് കേട്ടാൽ എന്ത് പറയണമെന്ന് സൂറത്ത് നൂറിൽ അള്ളാഹ് നമ്മളെ പഠിപ്പിക്കുന്നു. മഹദി ആയിഷ റളിയല്ലാഹുവിനെ കുറിച്ച് മോശമായി ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞുണ്ടാക്കിക്കൊണ്ട് മുനാഫിക്കുകൾ പറഞ്ഞപ്പോ വിശുദ്ധ ഖുർആൻ ചില ആയത്തുകൾ ഇറക്കി. ആ ആയത്തിൽ അള്ളാഹ് പറഞ്ഞ എന്താ? വന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബിഅൻഫുസിഹിം ഖൈറാ വഖാലു ഹാദാ ഇഫ്കും മുബീൻ. എന്താ പറയേണ്ടത്? ഒരാളെ കുറിച്ച് അങ്ങനെ വാർത്ത കേൾക്കുമ്പോൾ എന്താ പറയേണ്ടത്? ഹാദാ ഇഫ്കും മുബീൻ, അത് പച്ചക്കള്ളമാണ്, വ്യക്തമായ കളവാണ് എന്ന് പറഞ്ഞേക്കും. അതിന്റെ പിന്നാലെ പോകേണ്ടതില്ല. ഒരു വിശ്വാസിനെ കുറിച്ച് എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും അത് അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞതിന്റെ പിന്നാലെ പോകണ്ടേ? എനിക്കറിയില്ല, അവരെ കുറിച്ച് നല്ലത് ചിന്തിക്കുക എന്നതാണ് ഒരു വിശ്വാസി നിലപാട്. മഹാന ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്,
അതാ ഒരാളെ കുറിച്ച്, ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്ന് അല്ലെങ്കിൽ അവനെ കുറിച്ച് നീ കേൾക്കുന്ന വാക്കുകളിൽ ഖൈറല്ലാതെ നീ ചിന്തിക്കരുത് എന്നാണ്. അവനെ കുറിച്ച് ഖൈറ് ചിന്തിക്കുക, എന്തെങ്കിലും ഖൈറ് നീ മനസ്സിൽ കൊണ്ടുവരിക. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരത്തിൽ സംശയം ഉണ്ടാക്കുന്ന സന്ദർഭങ്ങൾ പോലും സൂക്ഷിച്ചിരുന്നു. ആളുകൾക്കിടയിൽ വസ്വാസ് വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഒരിക്കൽ ഇത്തികാഫിരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ വേണ്ടി സഫിയ റളിയല്ലാഹു പള്ളിയിലേക്ക് വന്നു. അങ്ങനെ രാത്രി സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട് അവർ തിരിച്ചു പോകുന്ന സമയത്ത് രണ്ട് അൻസാരികൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്, ധൃതിയിൽ നടന്നു പോവാണ്. റസൂൽ അവരെ വിളിച്ചു. എന്നിട്ട് റസൂൽ പറഞ്ഞു, ഇതാരാണെന്ന് അറിയുമോ? ഇന്നഹാ സഫിയ്യ ബിൻതു ഹുയയ്യ്, ഇത് സഫിയാണ്, ഇപ്പൊ എന്റെ ഭാര്യ സഫിയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. അപ്പൊ സഹാബികൾ പറയാൻ, സുബ്ഹാനല്ലാഹ് യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലെ, ഞങ്ങൾ നിങ്ങളെ ഒരിക്കലും മോശമായി ചിന്തിക്കില്ല റസൂലെ. എങ്ങനെ ഞങ്ങൾ ചിന്തിക്കും? റസൂൽ പറഞ്ഞു കൊടുത്തു, ഇന്ന ശൈത്താന യജ്രി മിനൽ ഇൻസാനി മജ്റദ്ദം, മനുഷ്യന്റെ ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്നിടത്തൊക്കെ പിശാചുണ്ട്. അവനാണ് ഈ വസ്വാസ് ഉണ്ടാക്കി തരുന്നത്. ആളുകളെ കുറിച്ച് മോശമായി ചിന്തിപ്പിക്കുന്നത് പിശാച് പിന്നിലുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. നിങ്ങളുടെ മനസ്സിൽ മോശമായി പിശാച് എന്തെങ്കിലും ചിന്ത ഇട്ടു തരുന്നത് ഞാൻ ഭയപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മളിൽ നിന്ന് ഒരാൾക്കും ഒരു മോശമായ സാഹചര്യത്തിൽ ആളുകൾ നമ്മൾ മോശമായി ചിന്തിക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. റസൂൽ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു. ഒരാൾ വന്നിട്ട്, ഒരു അറാബിയാൾ വന്ന് നബിയുടെ അടുക്കലേക്ക് വന്നു, നബിയെ, എന്റെ ഭാര്യ പ്രസവിച്ചു, പക്ഷെ പ്രസവിച്ച കുട്ടി കറുത്തൊരു കുട്ടിയാണ്, ഭാര്യയും വെളുത്തിട്ടാണ് ഞാനും വെളുത്തിട്ടാണ്. ഇദ്ദേഹത്തിന് സംശയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹല്ലക മിൻ ഇബ്ൻ, എനിക്ക് ഒട്ടകമുണ്ടോ? ഒട്ടകം നിന്റെ കയ്യിലുണ്ടോ? ആ വ്യക്തി പറഞ്ഞു, നഅം, അതെ റസൂലെ, ഒട്ടകമുണ്ട്. മാ, റസൂലുള്ളാഹിന്റെ ചോദ്യം, മാ അൽവാനുഹ, ആ ഒട്ടകത്തിന്റെ നിറം എന്താണ്? ആ മനുഷ്യൻ പറഞ്ഞു, ഹുംറുൻ, ചുവപ്പ് നിറത്തിലുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫഅൽ ഫി മിൻ ഔറഖ്, ചാര നിറമുള്ള ഒട്ടകം ആ ഒട്ടകത്തിന്റെ കൂട്ടത്തിലുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞു, നഅം, അതേ റസൂലെ, ഉണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫഅന്നാ, അതെങ്ങനെ ഉണ്ടായി? അതെങ്ങനെ ആ ഒട്ടകത്തിന്റെ കൂട്ടത്തിൽ ഒരു ചാര നിറമുള്ള ഒട്ടകം എങ്ങനെ ഉണ്ടായി എന്നതിന് ചോദ്യം. സാബി പറഞ്ഞു, ലഅല്ലഹു യാ റസൂലല്ലാഹ് യകൂനു നസഅഹു ഇറഖുൽ ലഹു, എന്തെങ്കിലും പാരമ്പര്യം മൂലം, ഒട്ടകത്തിന്റെ പാരമ്പര്യം വന്ന മാറ്റമായിരിക്കാം എന്ന് ആ വ്യക്തി, ആ അറാബി പറഞ്ഞു കൊടുത്തു. റസൂൽ തിരിച്ചു പറഞ്ഞു കൊടുത്തു, അതെ, ഇതുപോലെ തന്നെയാണ്. നിന്റെ പൂർവികർക്കും ഇതുപോലെ ആരെങ്കിലും ഒരാൾ കറുത്ത ഒരാളുണ്ടാവും, അതുപോലെ ആ പാരമ്പര്യമായിരിക്കും ഈ കുട്ടിയും ഇങ്ങനെ കറുത്തത്, അതല്ലാതെ ഭാര്യയെ സംശയിച്ചിട്ടുണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംശയം നീക്കി കൊടുത്തു. അങ്ങനെയുള്ള വർത്തമാനങ്ങളെ ഇല്ലാതെയാക്കി, അതിന്റെ പിന്നാലെ വസ്വാസുകൾ ഇല്ലാതെയാക്കി. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോ ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി സല്ലപിച്ച് ഇങ്ങനെ നടന്നു പോവാ. ഉമർ ഉടനെ തന്റെ കയ്യിലുള്ള വടിയെടുത്തു, ചോദിച്ചു. അപ്പൊ ഇയാൾ പറഞ്ഞു, ഇതെന്റെ പെണ്ണാണ്, എന്റെ ഭാര്യയാണ്. ഉമർ പറഞ്ഞു, എന്നാൽ ഈ വർത്താനം ഇവിടെ നടക്കേണ്ടത്, ആളുകൾ കാണുന്ന സ്ഥലത്തല്ല ഭാര്യയുമായി സല്ലപിക്കേണ്ടത്, അത് വീട്ടിൽ പോയി ചെയ്യണം എന്ന് പറഞ്ഞു. നോക്കൂ, സംശയങ്ങൾ പോലും ഇല്ലാതെയാക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒരാളെ കുറിച്ച് മോശമായ ചിന്തകൾ വരാതിരിക്കാൻ ശ്രമിക്കണം. നമുക്ക് നല്ല ചിന്ത വെക്കുക, എല്ലാവരെ കുറിച്ച് നല്ല ചിന്തിക്കുക. സത്യത്തിൽ ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല മെന്റൽ ഹെൽത്ത് ഉള്ള ആളായിരിക്കുന്നതാണ്. അവന്റെ മാനസികാര്യം കരുത്തുള്ളായിരിക്കും. എന്തുകൊണ്ട്? അവൻ മോശമായ ആരെ കുറിച്ച് ചിന്തിക്കുന്നില്ല, അവൻ ഹെൽത്തി മൈൻഡാണ്. എന്തുകൊണ്ട്? അവന്റെ ഉള്ള അത്രയും ക്ലിയറാ. എന്നാൽ അസൂയയും വെറുപ്പും വിദ്വേഷമൊക്കെ ജീവിക്കുന്ന ആളുകൾ, അവന്റെ മെന്റൽ ഹെൽത്ത് വളരെ പോക്കായിരിക്കും. ഇസ്ലാം എത്ര സുന്ദരമാണ്. ഒരു വ്യക്തി ജീവിതത്തിൽ ഇടപെടുന്ന ഇസ്ലാം, അവന്റെ ശരീരത്തിൽ, അവന്റെ മനസ്സിന്റെ ഉള്ളിലെ പ്രവർത്തനങ്ങൾ ഇസ്ലാം ഇടപെടുന്നു. അവിടെയും ആരോഗ്യം ഉണ്ടായിരിക്കണം. അവന്റെ ആന്തരികമായ അവയവങ്ങളിൽ ആരോഗ്യം നിലനിൽക്കണം. അതിനാവശ്യമായ നിർദ്ദേശങ്ങളും പരിശുദ്ധ ഇസ്ലാം നൽകുന്നു. ഒരാളുടെ അഭിമാനം, ഒരാളുടെ രക്തം, അതൊക്കെ ഇസ്ലാം വളരെ ഗൗരവത്തിൽ കണ്ട കാര്യമാണ്. അതൊന്നും പിച്ച് ചെയ്യാൻ ഒരാൾക്കും അർഹതയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയുടെ ഖുതുബയിൽ പ്രത്യേകം എടുത്തു പറഞ്ഞല്ലോ. സഹാബികളോട് ചോദിച്ചു, ഇതേതാ ദിവസം? ദുൽഹിജ്ജ 9. ഇതേതാ മാസം? ദുൽഹിജ്ജയാണ്. എന്നിട്ട് റസൂൽ അതെല്ലാം ചോദിച്ചു, ഏതാണ് ഈ സ്ഥലം? പരിശുദ്ധമായ മക്കയാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇതുപോലെ ഫഇന്നല്ലാഹ ഹറമ അലൈക്കും
ദിമാഅക്കും വഅംവാലക്കും വഅഅറാദക്കും കഹുർമതി യൗമിക്കും ഹാദാ വഫീ ശഅരിക്കും ഹാദാ വഫീ ബലദിക്കും ഹാദാ. ഈ ദിവസം പോലെ, ഈ മാസം പോലെ, ഈ സ്ഥലം പോലെ നിങ്ങളുടെ രക്തം, നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ സമ്പത്ത് അത് പരിശുദ്ധമാണ്. അത് കളങ്കപ്പെടുത്താൻ പാടില്ല, അത് സംരക്ഷിക്കപ്പെടണം. ഒരാളുടെയും അഭിമാനം പിച്ചിന്താൻ നമുക്ക് അർഹതയില്ല. കുറവുകൾ ധാരാളം നമുക്ക് തന്നെ ഉണ്ടായിരിക്കും നോക്കാൻ. മറ്റുള്ളവരെ കുറവ് നോക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞു, യാ മഅ്ശറ മൻ ആമന ബിലിസാനി, നാവ് കൊണ്ട് മുസ്ലിമായ ആളുകളെ, വലം യദ്ഖുലിൽ ഈമാനു ഖൽബഹു, ഹൃദയത്തിൽ ഈമാൻ കയറാത്ത ആളുകളെ, ഹൃദയത്തിൽ ഈമാൻ കയറിയാൽ സൂക്ഷിക്കും. പറയണ വാക്ക് ആലോചിക്കും, എന്തിനാ അത് പറയുന്നത്? എന്റെ മനസ്സെന്താ ഇങ്ങനെ മോശമാകുന്നത്? എന്റെ ഉള്ളിൽ ഈമാൻ ഇല്ലേ? ഈമാനുള്ള മനസ്സ് ശുദ്ധമായിരിക്കും. നാവ് കൊണ്ടാവും പറയുമ്പോൾ സൂക്ഷിക്കും. എന്താ ഞാൻ പറ, ആരെ കുറിച്ചാ പറ, എന്തിനാ പറയുന്നത് എന്നൊക്കെ നൂറോട്ടം ആലോചിക്കും. നബി പറഞ്ഞു, വലാ തഖ്താബുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ കുറവുകൾ ഗീബത്ത് പറയരുത്. മുസ്ലിങ്ങളെ കുറിച്ച് ഇല്ലാത്തത് പറയരുത്, ഉള്ളതും പറയരുത്. അവരുടെ ഗീബത്ത് പറഞ്ഞെടുക്കരുത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വലാ തത്തബി ഔറാതിഹിം, അവരുടെ ന്യൂനതകൾ ഇങ്ങനെ ചികന്ന് അന്വേഷിക്കരുത്, അതിനിങ്ങനെ പിന്തുടരരുത്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, മനിത്തബ ഔറാതിഹിം, ആരെങ്കിലും ഈ ന്യൂനതകൾ അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ അള്ളാഹു അവന്റെ ന്യൂനതയും അന്വേഷിക്കും. അവന്റെ വീട്ടിലിരിക്കുമ്പോൾ തന്നെ ആളുകൾ മുമ്പിൽ അവനെ അപമാനിതനാക്കി മാറ്റും. അപ്പൊ നമ്മൾ ഒരാളുടെ ഈ ന്യൂനത അന്വേഷിച്ച് പോകേണ്ടതില്ല. നമുക്ക് തന്നെ ഒരുപാട് കുറവുകളുണ്ട്, നമുക്ക് തന്നെ ഒരുപാട് കുറ്റങ്ങളുണ്ട്. അതിനെ തന്നെ കുറെ ആലോചിക്കും, തിരുത്താനുണ്ട്. മറ്റുള്ളവരുടെ കുറവുകളും മറ്റുള്ളവരുടെ ന്യൂനതകൾ എടുത്തു പറഞ്ഞ് നമ്മുടെ അമല് നഷ്ടപ്പെടാതിരിക്കുക, നമ്മുടെ ഉള്ള് ശുദ്ധമാവുക. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സഹാബികൾക്കിടയിൽ യുദ്ധം വരെ നടന്നിട്ടുണ്ട്, നമുക്കറിയാം. ജമൽ യുദ്ധം നടന്നു. വളരെ ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഇസ്ലാം ചരിത്രം നടന്നു. രണ്ടും സഹാബികൾ, രണ്ടും നമ്മൾ ബഹുമാനിക്കുന്ന സഹാബികൾ. അലി റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷത്തും അലി റളിയല്ലാഹു എതിർ പക്ഷത്തുള്ള ത്വൽഹ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. ആ ജനാസ അലി റളിയല്ലാഹു മുമ്പിൽ വെച്ചു. അലി റളിയല്ലാഹു കരഞ്ഞു. തന്റെ എതിർപക്ഷത്ത് തനിക്കെതിരെ യുദ്ധം ചെയ്ത ആളാണ് ത്വൽഹ റളിയല്ലാഹു അൻഹു. ആ ശരീരം ഇങ്ങനെ മുമ്പ് കിടക്കുമ്പോ അലി റളിയല്ലാഹു അൻഹു ആ മുഖത്ത് നിന്ന് മണ്ണുകളെ മാറ്റി. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറയാണ്, അസീസുൻ അലയ്യ അൻ അറാക മുജദ്ദലൻ തഹ്ത നുജൂമിസ് സബാ യാ അബാ മുഹമ്മദ്, ഏ മുഹമ്മദേ, അബൂ മുഹമ്മദേ, ആകാശത്തിന്റെ ചുവട്ടിൽ നീ ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് എന്റെ മനസ്സ് പൊട്ടുന്നു. അലി റളിയല്ലാഹു അൻഹു വാക്ക, തനിക്കെതിരെ യുദ്ധം ചെയ്ത ആളാ. പക്ഷേ അലി റളിയല്ലാഹു അൻഹു ഉള്ളിൽ ആ സ്നേഹമുണ്ട്, മുഅ്മിനുകളോടുള്ള സ്നേഹമുണ്ട്. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സുമ്മ ബഖ, അലി റളിയല്ലാഹു അൻഹു അതിൽ കരഞ്ഞു. എന്നിട്ട് അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞു, വദിത്തു അന്നി മിത്തു ഖബ്ല ഹാദാ ബി20 സന, ഒരു 20 വർഷം ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഞാൻ ഇത് കാണേണ്ടി ഗതി വന്നല്ലോ. നമ്മൾ പറയല്ലോ, ഇങ്ങനെ എന്റെ സഹോദരൻ തൽഹ കിടക്കുന്നത് കാണാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്ന രംഗം ചരിത്രത്തിൽ കാണാം. പരസ്പരം തമ്മിലടിച്ചിട്ടുണ്ടെങ്കിലും ഈമാൻ കൊണ്ട് അവരുടെ ഇജ്തിഹാദിന്റെ ഫലമായിട്ടാണ് രണ്ടും യുദ്ധം ചെയ്തത്. രണ്ടും ശരി തന്നെ, രണ്ടും ഇജ്തിഹാദാണ്. അവരുടെ ഇജ്തിഹാദിൽ വെച്ചിരുന്നാണ് അവർ പരസ്പരം ഏറ്റുമുട്ടിയത്. അലി റളിയല്ലാഹു സങ്കടം അലി റളിയല്ലാഹു പറയാണ്, ഈ ഒരു സാഹോദര്യം ഈമാൻ കൊണ്ട് നമുക്കുണ്ടോ? നിങ്ങൾ ചരിത്രത്തിൽ വീണ്ടും കാണാം, അലി റളിയല്ലാഹു കൊല്ലപ്പെട്ട വിവരം തന്റെ എതിർപക്ഷത്തുള്ള മുആവിയ റളിയല്ലാഹു അറിയുന്നുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു ആ സമയത്ത് കരയാൻ തുടങ്ങി. അവരറിഞ്ഞ മുആവിയ റളിയല്ലാഹു കരഞ്ഞു. തന്റെ ഭാര്യ ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങളല്ലേ അവരുമായി യുദ്ധം ചെയ്തത്, നിങ്ങളല്ലേ അലി റളിയല്ലാഹു യുദ്ധം ചെയ്തത്, പിന്നെ നിങ്ങൾ എന്തിനാ കരയുന്നത്? മഹാനായ മുആവിയ റളിയല്ലാഹു പറഞ്ഞു, വൈഹക്, നിനക്ക് നാശം, നിനക്കറിയില്ല ആരാണ് അലി എന്ന്. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, മാ ഫഖദൻ നാസു മിനൽ ഫളി വൽ ഫിഖ്ഹി വൽ ഇൽം, ആരാണ് അലി? വിജ്ഞാനം കൊണ്ടും അവഗാഹം കൊണ്ടും ഫള് കൊണ്ടുമൊക്കെ ഉന്നതനാണ് അലി. ആ അലിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അലി റളിയല്ലാഹു അൻഹു തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടെങ്കിലും ആ ഒരു ഈമാനിന്റെ ഒരു സാഹോദര്യം മനസ്സിന്റെ ഉള്ളിൽ വെറുപ്പില്ല അവർക്ക്. രണ്ടുപേരും ഇജ്തിഹാദ് ചെയ്തു. അങ്ങനെയാണ് യുദ്ധത്തിലേക്ക് എത്തിപ്പെട്ടത്.
ആ ഒരു കൽബ് നമുക്കുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടത് അല്ലേ? വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, സമ്പത്തോ മക്കളോ ഉപകരിക്കാത്ത ഒരു ദിവസമുണ്ട് പരലോകത്ത്. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ ഹൃദയത്തോട് അള്ളാഹിനെ കണ്ടുമുട്ടി ഒഴികെ അവർക്ക് രക്ഷയുണ്ട്. ആ നിലക്ക് നമ്മുടെ ഹൃദയം സലീമായിരിക്കണം. ശിർക്കില്ലാത്ത, ബിദഅത്തില്ലാത്ത, കിബറില്ലാത്ത, അഹങ്കാരമില്ലാത്ത, അസൂയയില്ലാത്ത, വെറുപ്പില്ലാത്ത, പകയില്ലാത്ത ശുദ്ധമായ ഒരു മനസ്സിന്റെ ഉടമകളായി നമ്മൾ മാറേണ്ടതുണ്ട്. ആ ഒരു സാഹോദര്യത്തിലേക്ക്, ഈമാൻ കൊണ്ടുള്ള സാഹോദര്യത്തിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖൽബ് സലീമായ ഖൽബാക്കി മാറ്റുമാറാകട്ടെ. ഖൂലി ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും അസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. ഒരിക്കൽ കൂടി അള്ളാഹു സൂക്ഷിക്കുന്ന എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും തഖ്വ കൊണ്ട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നമുക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, ലാ തദ്ഖുലൂനൽ ജന്നത ഹത്താ തുഅ്മിനൂ, നിങ്ങൾ വിശ്വാസികളാകുന്നത് വരെ നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല. വലാ തുഅ്മിനൂ ഹത്താ തഹാബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ വിശ്വാസികളാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങൾക്കിടയിൽ സ്നേഹം ഉണ്ടാകുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ? അവിടുന്ന് പറഞ്ഞു, അഫ്ശുസ്സലാം ബൈനക്കും, സലാമിനെ വ്യാപിപ്പിക്കുക. അറിയുന്നവർക്കും അറിയാത്തവർക്കും സലാം പറയുക. ഇസ്ലാമിന്റെ ഹൈറായ കാര്യം അതാണ്. പരസ്പരം ഐക്യം ഉണ്ടാക്കി വെക്കുക, സ്നേഹം ഉണ്ടാക്കുക. അതിന് ഏറ്റവും നല്ല മരുന്ന് സലാമാണ്. അസ്സലാമു അലൈക്കും, അള്ളാഹുവിന്റെ സമാധാനം നിങ്ങൾക്കുണ്ടാകട്ടെ, അവന്റെ രക്ഷയുണ്ടാകട്ടെ പ്രാർത്ഥനയാണ് അല്ലേ? അത് പരസ്പരം നമ്മൾ കുടുംബത്തിൽ ഉപ്പയോട്, ഉമ്മയോട്, ഭാര്യയോട്, മക്കളോട്, തന്നേക്കാൾ പ്രായം കുറഞ്ഞവരോട്, പ്രായം കൂടിയവരോട്, എല്ലാവരോടും നമുക്ക് സലാം പറയണം. അങ്ങനെ സലാമിനെ വ്യാപിപ്പിക്കുക, നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാകും. ഇന്ന് സ്നേഹത്തിന്റെ ദൗർബല്യം കുടുംബങ്ങളിലും നമ്മുടെ സമൂഹത്തിലും ഉണ്ട്. അതിനുള്ള പരിഹാരം സലാം പറയുക. അഫ്ശുസ്സലാം ബൈനക്കും, സലാം പറയാനല്ല നബി പറഞ്ഞത്, അഫ്ശുസ്സലാം വ്യാപിപ്പിക്കുക എന്നാ വാക്കിന്റെ അർത്ഥം. എല്ലാവരും പറഞ്ഞോളൂ സലാം. നോക്കൂ, സ്നേഹം ഉണ്ടാകുന്ന ഒരു കാര്യം അതാണ്. രണ്ടാമതായി ഹദീസിൽ കാണാം, തഹാദു, തഹാബു, നിങ്ങൾ ഹദിയ കൊടുക്കൂ, ഗിഫ്റ്റ് കൊടുക്കേ. തന്റെ സഹോദരന് ഗിഫ്റ്റ് കൊടുക്കേ, ഭാര്യയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കേ, മക്കൾക്ക് ഗിഫ്റ്റ് കൊടുക്കേ, കൂട്ടുകാർക്ക് കൊടുക്കേ. നിങ്ങൾക്കിടയിൽ സ്നേഹം ഉണ്ടാവും, ഐക്യം ഉണ്ടാകും. നബിയുടെ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ. ആ നിലക്ക് നമ്മൾ സ്നേഹം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ, സുൽഹ് ഉണ്ടാക്കുന്ന, പിശാച് നമ്മുടെ കൂടെ നിൽക്കുന്നത് എന്തിനാ? പരസ്പരം നമ്മൾ തമ്മിലടിപ്പിക്കാൻ, നമ്മൾക്കിടെ അനൈക്യങ്ങൾ സൃഷ്ടിക്കാൻ നമ്മുടെ പിന്നാലെയുണ്ട്. അതിനവൻ ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്യും. അതിനെല്ലാം ഒരു വിശ്വാസി കണ്ടറിയേണ്ടതുണ്ട്. മാത്രമല്ല, അവന്റെ പ്രാർത്ഥന എങ്ങനെയാണ്? റസൂലുള്ളാഹി പറഞ്ഞില്ലേ, മനിസ്തഗ്ഫറ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി, ഒരാള് വിശ്വാസികൾക്ക് വേണ്ടിയും വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, കതബല്ലാഹു ലഹു ബികുല്ലി മുഅ്മിനിൻ വ മുഅ്മിനത്തിൻ ഹസന, ലോകത്ത് എത്ര മുഅ്മിനുണ്ടോ, എത്ര മുഅ്മിനത്തായ സ്ത്രീകളുണ്ടോ, അതിനനുസരിച്ച് കൂലി കിട്ടുന്ന എത്ര വലിയ കാര്യമാണത്. ലോകത്ത് മുഅ്മിനുകൾക്കൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ അഗ്ഫിറിൽ മുഅ്മിനീന മുഅ്മിനാത്ത് എന്ന് പ്രാർത്ഥിക്കുമ്പോ ലോകത്ത് എത്ര മുഅ്മിനത്തുണ്ടോ, മുഅ്മിനായ മനുഷ്യന്മാരുണ്ടോ, ആണുങ്ങളുണ്ടോ, പെണ്ണുങ്ങളുണ്ടോ, അതിനനുസരിച്ച് നമുക്ക് കൂലി കിട്ടുന്ന. സുബ്ഹാനല്ലാഹ്. ഇത് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഷൗക്കാനി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഒരാൾ ഇങ്ങനെ പറഞ്ഞാൽ ഫഇന്നഹു യക്തുബു ലഹു മിനൽ ഹസനാതി മാ ലാ യുഹിത്തു ബി ഹസ്ർ, എത്രയാണ് ക്ലിപ്തപ്പെടുത്താൻ കഴിയില്ല. അത്ര ലോകത്ത് എത്ര മുത്തഖീങ്ങളായ മുഅ്മിനുകളുണ്ടോ, മുഅ്മിനാത്തുകളുണ്ടോ, അതിനനുസരിച്ച് അത് കൂലി കിട്ടും. അതുകൊണ്ട് നമ്മളുടെ പ്രാർത്ഥനയിൽ പെരേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലാഹുമ്മ അഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ആ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു പ്രാർത്ഥന കൂടിയാണ്. ഒരുപാട് ശ്രേഷ്ഠതകൾ അതിനുണ്ട്, ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് വാരിക്കൊണ്ടാകും. ആ നിലക്ക് നമ്മുടെ മനസ്സ് ശുദ്ധമാക്കി മുസ്ലിമീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി, മുഅ്മിനുകളുടെ കൂടെ നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി വളരാൻ പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും വേണം. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
2-3 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, SIR-ന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിന്റെ കൃത്യമായ ആ നടപടികളിൽ നമ്മളെല്ലാവരും നമ്മുടെ പേരുകൾ കൃത്യമായി വരാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു ജാഗ്രത ഉണ്ടാകണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മദ്രസയുടെ പ്രവർത്തനങ്ങൾ, അതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലരും സഹായിക്കാൻ ഏറ്റിട്ടുള്ള സംഖ്യ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട ആളുകളെ ഏൽപ്പിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുവേണ്ടി സാമ്പത്തികമായും ശാരീരികമായും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും തക്കതായ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സഹോദരൻ തന്റെ ഭാര്യയ്ക്ക് ഡിസ്ക് സംബന്ധമായി പ്രയാസമുണ്ട്, പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിയുടെ പ്രയാസങ്ങളെ പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ. പൂർണ്ണമായ ആഫിയത്തും ആരോഗ്യം കൊടുക്കുമാറാകട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്ത് പരീക്ഷിക്കപ്പെടുന്ന മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു സഹായം നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് ഫലസ്തീനിലെ മുസ്ലിമീങ്ങൾ, നമ്മളെപ്പോലെ ജീവിക്കേണ്ടവർ, നമ്മളെപ്പോലെ സ്വസ്ഥമായി ജീവിക്കേണ്ടവർ പരീക്ഷണങ്ങളിലും ബുദ്ധിമുട്ടുകളിലുമാണ്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ സഹോദരങ്ങളാണ്, അള്ളാഹുവിന്റെ നമ്മൾ മുഅ്മിനുകളായ നമ്മുടെ ഇഖ്വാനുകളാണ്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മൾ മറന്നു പോകരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിജയം നൽകുമാറാകട്ടെ. എല്ലാവിധ ശർറിൽ അള്ളാഹു അവരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്ത്യയിലും വ്യത്യസ്ത പ്രദേശങ്ങളിൽ മുസ്ലിമീങ്ങളുടെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും രക്ഷയും സമാധാനവും വിജയവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تهلكنا بالنار ولا تجعل من حتى بالنار. إن بئس الدار وبئس المصير وبئس القرار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين.